ഞാൻ ആദ്യമേ പറയാം, എന്റെ തൊണ്ട ഇച്ചിരി അടഞ്ഞിരിക്കുകയാണ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും VA റിവ്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന മറ്റൊന്നുമല്ല, മാർവലിന്റെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുണ്ട് തണ്ടർബോൾട്ട് എന്ന് പറഞ്ഞ മൂവിയുടെ റിവ്യൂയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഈ ഒരു മൂവി എങ്ങനെയുണ്ടെന്ന് എന്നോട് ഒറ്റവാക്കി ചോദിക്കുകയാണ്, ഒരു കിഡിലും ഡീസന്റ് മൂവി എന്ന് എനിക്ക് പറയാൻ പറ്റും. കാര്യം ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ക്യാപ്റ്റൻ അമേരിക്ക മൂവി എന്തോ ഒരു വാദമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമായിരിക്കും. കാര്യം ഭയങ്കര വാദമായിട്ടായിരുന്നു എടുത്തിരുന്നത്, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു മൂവിയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഈ അടുത്തിറങ്ങിയ മാർവൽ മൂവിയിലെ ഒരു ഡീസന്റ് മൂവി എന്ന് എനിക്ക് ഇതിന് പറയാൻ പറ്റും. സോ അപ്പോൾ ഈ ഒരു മൂവി മെയിൻ ആയിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യെലന എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ഒരു ക്യാരക്ടർ ആർക്കും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് കാണിക്കുന്നത്. കാര്യം പുതിയ ബ്ലാക്ക് വീഡോനെയാണ് നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. അതായത് നമ്മുടെ പഴയ ബ്ലാക്ക് വീഡോയുടെ സിസ്റ്റർ ആയിട്ടാണ് യെലന വരുന്നത്. കിഡിലും ഒരു ക്യാരക്ടർ ബിൽഡപ്പും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബോബ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ സെൻട്രി, നമ്മൾ ട്രെയിലർ കണ്ടാൽ നമുക്കറിയാം, സെൻട്രി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു മൂവി മെയിൻ ആയിട്ട് അവർ ഇറക്കിയിരിക്കുന്നത്. ഈ ഒരു മൂവിയിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വിന്റർ സോൾജറിനെ നമുക്ക് കാണാം, അതായത് നമ്മുടെ ബക്കീനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജോൺ വാക്കർ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെ നമുക്ക് അറിയായിരിക്കും. ഫാൾക്കൺ ആൻഡ് വിന്റർ സോൾജർ എന്ന് പറഞ്ഞ ആ ഒരു സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ട് വന്നിരുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു. ആ ഒരു സീരീസ് കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വെറുത്ത ഒരു ക്യാരക്ടർ ആയിരുന്നു. ഇവനെയൊക്കെ പിടിച്ച് ക്യാപ്റ്റൻ അമേരിക്ക ആക്കുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് അരോചകമായിട്ട് തോന്നും. പക്ഷേ ഈ ഒരു മൂവിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തൊരു US ഏജന്റ് ആയിട്ടാണ് പുള്ളിനെ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും പുള്ളി അത്യാവശ്യം ഡീസന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാം. കാര്യം നമുക്ക് ആ ഒരു സീരീസ് കണ്ട് വെറുപ്പിരുന്ന് ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടില്ല. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം ഹ്യൂമറും കാര്യങ്ങളൊക്കെ ഈ ഒരു മൂവിക്കകത്തുണ്ട്. പക്ഷെ വെച്ചേക്കുന്ന കോമഡി എല്ലാം വെറുപ്പിക്കാത്ത രീതിയിൽ നല്ല ഡീസന്റ് ആയിട്ട് ഈ ഒരു മൂവി ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു ക്യാരക്ടർ ഉണ്ട്, അതായത് നമ്മുടെ ബ്ലാക്ക് വീഡോയുടെ ഫാദർ ആയിട്ട് വരുന്ന റെഡ് ഗാർഡിയൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ഇത് കാണിക്കുന്നത് ഭയങ്കര ഫണ്ണി ആയിട്ടാണ് കാണിക്കുന്നത്. അത്യാവശ്യം നമുക്ക് ഈ ഒരു സീരീസ് തന്നെ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ഇഷ്ടപ്പെടും. അത്യാവശ്യം സീരിയസ് ആയിട്ടും അതുപോലെ നല്ല ഹ്യൂമറിക് ആയിട്ടൊക്കെയാണ് ഈ ഒരു സീരീസ് മെയിനായിട്ട് പോകുന്നത്. മാർവൽ ഈ തവണ വലിയ മാർക്കറ്റിംഗ് നടത്താത്തതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളും വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഈ പടം ഒന്ന് പോയി കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടും. പടത്തിന് 2 പോസ്റ്റ് കേട്ടുണ്ട്, അപ്പോൾ രണ്ടും കണ്ടിട്ട് ഇറങ്ങുക.